ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടുള്ള നമ്മൾ ഇന്ന് രാവിലെ വേറൊരു വീഡിയോ ഇട്ടിരുന്നു, പാക്ക് ഓപ്പണിങ്. അതും വേറെ ആരെയും അല്ല, എഡൻ ഹസാർഡിൻ്റെയിലാണ് നമ്മൾ പാക്ക് ഓപ്പണിങ് ചെയ്തത്. ഹസാർഡിൻ്റെ പാക്ക് ഓപ്പണിങ് ചെയ്തപ്പോൾ ഉണ്ടായത് പറഞ്ഞാൽ സ്നൈഡറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്നൈഡറിൻ്റെ പ്ലെയർ വിത്ത് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്നൈഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സ്നൈഡറിൻ്റെ ഇതാണ് കിടിലം ഡ്രിബിളിങ്ങിൽ ആശാനാണ്. പ്ലെയർ ഡീറ്റെയിൽസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രിബിളിങ്ങിൽ ആശാനാണ്. ആരായാലും നമ്മുടെ സ്വന്തം ചെക്കൻ. നോക്കി നിങ്ങൾ ഓവറോൾ റേറ്റിംഗ് 106 ഉണ്ട്, അത് ശരിയാണ്. ബോൾ കൺട്രോൾ 96, ഡ്രിബിളിങ് 98, ടൈറ്റ് പൊസിഷൻ 100, ലോ പാസ് 96, ലോഫ്റ്റ് പാസ് 92, കീള് 90. രസത്തിലോട് ഫിനിഷിങ് നോക്കിയിട്ടുണ്ട്. കിക്കിംഗ് ബാർ 96 ഉണ്ട് കേട്ടോ. ഇതിലൂടെ ഫിനിഷിങ്, സ്റ്റാമിന ബാലൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഫിനിഷിങ് 88 ഉള്ളൂ കേട്ടോ. ഫിനിഷിങ് ഉള്ള 88, അപ്പോൾ 88 ഉണ്ട് കേട്ടോ. 88 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫുട്ബോൾ ലീഗ് എ എടുത്തിട്ട് നമുക്ക് കളി കാണാം. ഈ ഫുട്ബോൾ ലീഗ് VSAI ഏലാട്ടോ എന്ത് റിവ്യൂ ആണില്ല ഇപ്പോൾ കളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഓപ്പോണൻറ്റിനെ നോക്കാം. ഹൂ ഈസ് ദ ഓപ്പോണൻറ്റ്? പിന്നുക്കാമി. എന്തായാലും അല്ലേ നമുക്കിടയിലുള്ളൂ. ഡ്രിബിളിങ്ങിൽ ആളാരെന്ന് ഇപ്പം തന്നെ കാണിച്ചു തരാം. പിന്നെ ആരാണെന്നും എവിടെ നിന്ന് വന്നാന്നൊക്കെ നടി ഞാൻ ഇറക്കണമെന്നുണ്ട്. പക്ഷേ ആരാ റിവ്യൂ പോകാതെ ഇങ്ങനെ കളിച്ചൽ, അതുകൊണ്ട് നമ്മൾ കളിക്കാൻ പോകും കേട്ടോ. റോബോട്ട്സ് എന്തായാലും ബാജിയോ ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിൻ്റെ ആണ് വരിക തോന്നുന്നു അല്ല. അപ്പം നമുക്കെന്തായാലും സ്നൈഡറിനെ കിട്ടിയിട്ട് കാണാം. ഗൈസ്, ഇറ്റ്സ് സ്നൈഡർ, വെസ്ലി സ്നൈഡർ. ഈ സ്നൈഡർ ആരെന്ന് വെസ്ലി സ്നൈഡറിനെ കാണിക്കും. മാർസൽ ടേൺ, വാട ഒരു ഷോട്ട് കുറച്ച് ദൂരത്തുനിന്നായിപ്പോയി. കുഴപ്പമില്ല. നമുക്ക് സ്നൈഡർ തന്നെയാണ് ബോൾ എടുക്കാൻ പോകണം. അതുകൊണ്ട് സ്നൈഡറിന് കിട്ടുമോ? ഇല്ല. എന്തായാലും നമുക്ക് ബോൾ കിട്ടണ്ടേ. എന്തായാലും ബോൾ സ്നൈഡറിന് കിട്ടിയിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ ബോൾ കിട്ടുമെന്ന് നോക്കാം. ഇറ്റ്സ് വെസ്ലി സ്നൈഡർ. ഓ ഗൈസ്, ഇറ്റ്സ് ഗോൾ. ഇറ്റ്സ് എ കിടിലം ഗോൾ. ഡബിൾ ടച്ച് ആൻഡ് ബൂം. കിടിലം ഗോൾ തന്നെയാണ് സ്നൈഡറിൻ്റെ. ഡബിൾ ടച്ച് ആൻഡ് ബൂം. എങ്ങനെയുണ്ട്? അതാണ് സെലിബ്രേഷൻ. നമ്മുടെ സ്നൈഡറിൻ്റെ സെലിബ്രേഷൻ അതാണ്. ഡബിൾ ടച്ച് എടുത്തു, പൊട്ടിച്ചു. കണ്ടു കേട്ടോ. സ്നൈഡർ ഡബിൾ ടച്ച് ബൂം. അതിലൊരു ഗോളുണ്ട്. നമുക്ക് ഇനി സ്നൈഡറിന് വേണ്ടിയിട്ട് കാണാം. വെസ്ലി സ്നൈഡർ അത് തന്നെ. ഇനി ഇങ്ങോട്ട് തന്നെ, എന്നിട്ട് ഇങ്ങോട്ട് തന്നെ. നമ്മളുടെ സ്കില്ലൊന്നും എടുത്തില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക. മാർസൽ ടേൺ എടുത്തപ്പോൾ ബോളും പോയി. ഇനി ബോൾ ഇല്ല, ബോൾ കിട്ടിയിട്ടുണ്ട്. ഡാനിയൽ ബോ. ഇറ്റ്സ് ഫ്രാങ്ക് റൈക്കാർഡാ. മിസ് പാസ് ആവുകയാണ്. അത് ഇത് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളപ്പോൾ തന്നെ തിരിച്ചെടുക്കണമുണ്ട്. അതാണത്തം. ഗൈസ്, ഇറ്റ്സ് വെസ്ലി സ്നൈഡർ. ബ്ലിറ്റ്സ് കേൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ബ്ലിറ്റ്സ് കേൾ ഉണ്ട് കേട്ടോ സ്നൈഡറിന്. അതുകൊണ്ടാണ് ഞാൻ സ്നൈഡറിനെ കൊണ്ട് ഒരു കേൾ എടുപ്പിക്കാൻ നോക്കുകയാണ് ഈ സൈഡിൽ നിന്ന്. കണ്ട കേള് അണ്ട് പോണില്ല. 90 കേളുണ്ട്.
അണ്ട് ഗോളാവണില്ല ഗൈസ്. നമുക്കൊരു ത്രോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്നൈഡറിന് തന്നെ ആ ത്രോ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്നൈഡറിൻ്റെ ഒരു ബ്ലിറ്റ്സ് ട്രൈ ചെയ്യാനാണ് നോക്കണേ. വലിയ ബ്ലിറ്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല. 90 ഉണ്ട് കേളൊക്കെ. ഞാൻ എൻ്റെ ചങ്ങാനോട് 90 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചങ്ങായിരുന്നു 90 ഇല്ല. എന്നിട്ട് നേർക്ക് ബ്ലിറ്റ്സ് ഉണ്ട്, നമുക്ക് വേണ്ട സുഖത്തിൽ പോകണില്ല ഗൈസ്. ആ ഒരു പ്രശ്നമുണ്ട് ബ്ലിറ്റ്സിന്. അത് നമ്മൾ പോക്കിക്കോളാം. പോയില്ലെങ്കിലും ബ്ലിറ്റ്സ് അല്ലല്ലോ നമ്മൾ ആ സാധനം. കിക്കിംഗ് പവർ ഉണ്ടല്ലോ 96, അതും പിന്നെ ഡ്രിബിളിങ്ങും, അത് രണ്ടും മതി ചെയ്തു ചെക്കന്. ഫിനിഷിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും വേണ്ട ഫിനിഷിങ് അതില്ല തീരെ. ഒരു ബ്ലിറ്റ്സും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് തന്നെ എടുക്കുക. ഇനി ഡബിൾ ടച്ച് എടുക്കുക. അടിപൊളി ഗൈസ്. നമുക്കൊരു ബ്ലിറ്റ്സും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ബ്ലിറ്റ്സിനും വേണ്ടി കഷ്ടിച്ച് അങ്ങനത്തെ ഈ സൈഡിലേക്ക് സ്നൈഡറിനെ കൊണ്ടുവരും. പക്ഷെ ഇപ്പം നല്ലൊരു ഇത് എടുക്കണ്ടേ, ബ്ലിറ്റ്സ് എടുക്കണ്ടേ. ഈസി ഗോൾ. അടാ ജസ്റ്റ് മിസ്സടാ. ഞാൻ ഗോളാണെന്ന് ഉറപ്പിച്ച് നിന്ന സാധനമാണോ. പുട്ട് മോർ പവർ ഇൻ ടു യുവർ ഷോട്ട്സ്. ഓക്കെ കോച്ച്, ഇറ്റ്സ് വെസ്ലി സ്നൈഡർ. അവിടെ ബാക്ക് പോയടാ. ഞാൻ ചെയ്യണമാരൊന്നും നടക്കണില്ല ഗൈസ്. ഇറ്റ്സ് വെസ്ലി സ്നൈഡർ. ലാസ്റ്റ് അറ്റാക്ക് ഇൻ ഫസ്റ്റ് ഹാഫാണ്. നമുക്ക് എന്തായാലും ഒരു ഇങ്ങോട്ട് എടുക്കുക. ഇത് വാട ഇറ്റ്സ് ഗോൾ. എടാ ഇനി സെക്കൻഡ് ഹാഫിൽ കാണാം ഗൈസ്. സെക്കൻഡ് ഹാഫ് നമുക്ക് ടച്ച് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്നൈഡറിന് കൊടുക്കാം. ഇനി എന്തായാലും നമ്മൾ ബ്ലിറ്റ്സ് തന്നെ വേണമെന്നൊന്നും നമ്മൾ നോക്കണില്ല. ഓൺലി എ ഗോൾ ഫ്രം വെസ്ലി സ്നൈഡർ. അതെ, കാരണം ഡ്രിബിൾ ചെയ്യണമെങ്കിൽ ഇടയിൽ കൂടെ പോണ് കാണണം. കിടിലം സാധനമാണ്. നിങ്ങൾക്ക് കിട്ടിയാൽ മനസ്സിലാവും ഇതിൻ്റെ കളിയൊക്കെ. കിടിലം ഡ്രിബിളിങ്ങിൽ എന്താ പറയുക, ഡ്രിബിളിങ്ങിൽ മൂത്തോൻ അത് മെസ്സിയാണ്. അത് വേറെ കാര്യം. മെസ്സി നെയ്മറൊക്കെയാണ്. ഓ ഡബിൾ ടച്ചും എല്ലാം ടൈമിങ്ങിന് എടുക്കുന്നുണ്ട് നമ്മളോട് കളി. നമ്മളിങ്ങനെ തന്നെ വെസ്ലി സ്നൈഡർ ചോറ സാധനം അറിയാതെ നമുക്കൊരു പെനാൾട്ടി കൊടുത്തു, മഞ്ഞക്കാട് കിട്ടും. അതൊന്നും നമുക്കൊരു വിഷയമല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി ടച്ച് കിട്ടും. തട്ടിയാൽ ഒന്നും കിട്ടില്ല, അത് വേറെ കാര്യം. തട്ടിയാൽ നമുക്ക് കോർണർ എന്തായാലും തട്ടാൻ സാധ്യതയുണ്ട്. തട്ടാൻ സാധ്യതയില്ല പറഞ്ഞാൽ ആരും തട്ടിയില്ല. യെസ്, കുഴപ്പമില്ല. നമുക്ക് ടച്ച് ആയതുകൊണ്ട് വെസ്ലി സ്നൈഡർ പൊളിക്കാൻ പോകട്ടോ. വെസ്ലി സ്നൈഡർ ഇതാ ഓരോരോ ആൾക്കാർ ഇങ്ങനെ ഡ്രിബിൾ ചെയ്യാൻ പോവാണേ. മലൂലു, റോബർട്ട് ബാജിയോനാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വെറുതെ ഈ സൈഡിലേക്ക് എടുത്ത് വന്നാട്ടോ. അവിടെ വാൻബൂട്ട് അത് ഒലീസിയാണ് അങ്കിളുള്ളൂ. മണ്ടന്മാരിതെല്ലാം കോളാക്കുകയാണല്ലോ. സ്നൈഡർ റോഡ് ഒന്നും കൂടി മതി. ഇനി ഡബിൾ ടച്ച് അത് വേണ്ട. വാട ഗുഡ്. ഇനി ഒരു മാർഷൽ ടേണ്. എടാ ഈ മലൂല് മക്കാവൂത് ഇവിടുന്ന് വരുന്നേ. ഓരോരോ പ്ലേസിൻ്റെ പേരും തൊള്ളാൻ കിട്ടൂല. എങ്കോളോ കാൻറ്റീനൊക്കെ ഈസി ആയിട്ട് ഡ്രിബിൾ ചെയ്ത് ഒരു സ്റ്റണ്ണിങ്, ഒരു അടിയും പോലെ അടിക്കാൻ കഴിയില്ല ഗൈസ്. നമുക്ക് അവൻ്റെ പോസ്റ്റിക്ക് എന്നല്ല, ഒരു ഷോട്ട് അടിക്കാൻ കഴിയില്ല. വാടാ ഗുഡ്. ഇനി ഒരു അടി അടിച്ച് നോക്കാം. ഗോൾ. എടാ കുറച്ച് സ്റ്റണ്ണിങ് പവർ കൂടിപ്പോടാ ഗൈസ്. ഇറ്റ്സ് വെസ്ലി സ്നൈഡർ. ഇതൊരു ഗോളായിരിക്കും. എടാ എന്ന് പോടാ, എന്ത് പരിപാടിയാണ് കാണിക്കണേ. വീണ്ടും ഇനി എങ്കോളോ വരട്ടെ. പൊടാ ഡബിൾ ടച്ച് എടുക്ക്. പോടാ ഒന്നും മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഗോൾ ഉറപ്പായ സാധനമാണ്. ഈ സൈഡിൽ നിന്ന് ബ്ലിറ്റ്സ്, ഈ സൈഡിൽ നിന്ന് പോസ്റ്റിക്ക് പോയില്ലെങ്കിലും പുറത്തേക്കെങ്കിലും പോയി ഗൈസ്. എന്തായാലും ഇനി നമുക്ക് കിട്ടണം, ഇത് കാണാം ഗൈസ്. ഇറ്റ്സ് വെസ്ലി ഒന്നുമില്ല, വെറുതെ ബോൾ എടുത്ത് നേർക്ക് കിട്ടുമ്പോൾ ബാജിയോ. ഇവരൊക്കെ എവിടുന്നാണ് മുമ്പക്ക് പോയ സ്റ്റേജ് കോച്ച്, ബാക്ക് പോയ ബാജിയോ, സൈഡിക്ക് പോയ ഒലീസ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ലാസ്റ്റ് കളി കഴിഞ്ഞു ഗൈസ്. കളി നമ്മൾ സമനിലയിക്കണമെങ്കിലും കിടിലൻ ഡ്രിബിൾസ് തന്നെ കാണാൻ പറ്റി. പട നമ്മൾ കേളടിക്കാനാണ് ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്ത്. എടാ ഗോളാവേണ്ടതിനോടാ. കുഴപ്പമില്ല, സ്നൈഡർ കിടിലൻ കളി കളിച്ചേക്കണേ, ഒന്നും പറയാനില്ല. കിടിലൻ കളി. കാരണം എന്താ വെച്ചാൽ ആ ഡ്രിബിളിംഗ് ആണ് സ്നൈഡറിൻ്റെ ബെസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ. ഡ്രിബിളിങ്ങിൽ അങ്ങോട്ട് ഡ്രിബിൾ ചെയ്ത് പോവന്നെ, ഒരു ഇതുമില്ല, അങ്ങോട്ട് പോവുക ഗൈസ്. അപ്പോൾ ഈ എങ്ങനെ സ്നൈഡറിനെ കിട്ടി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ പോയി കാണാം. ഇന്നിട്ട് തന്നെയാണ് ആദ്യം. അപ്പോൾ അത് പോയി കാണുക. പാക്ക് ഓപ്പണിംഗ് ഉണ്ട്, അതിൽ നമുക്ക് അതൊന്നും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഡിസ്റ്റാർട്ട് പോയി കാണാം.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.